ഇന്നത്തെ എൻ്റെ ദൈവവചനത്തിലേക്കും വചന പഠനത്തിലേക്കും കടക്കുകയാണ്. ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിന് ഒരു ടൈറ്റിലുണ്ട്, ഹെഡിങ്: ഭൂമിയിൽ 3 കൂട്ടർ, നിരീശ്വരർ, ദൈവഭക്തർ, ദൈവമക്കൾ. ഭൂമിയിൽ 3 കൂട്ടരാണുള്ളത്. ഒന്നാരാണ്? ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാത്ത ആൾക്കാർ. മനുഷ്യൻ പച്ചവെള്ളവും മണ്ണും കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. സൂര്യൻ പൊട്ടിത്തെറിച്ചു, അത് തണുത്തു ഘനീഭവിച്ചപ്പോൾ വെള്ളമുണ്ടായി ഭൂമിക്കകത്ത്. ആ വെള്ളത്തിൽ അമീബയുണ്ടായി. അമീബ വിഭജിച്ച് ബഹുകോശ ജീവിയായി. അത് കുഞ്ഞത് വലുതായി വലുതായി തവളയായി, തവള ചാടി കരയ്ക്ക് കയറി ഉഭയജീവിയായി, പിന്നെ അങ്ങനെ വളർന്ന് പട്ടിയായി, പൂച്ച, എനിക്കറിയത്തില്ല, ഇങ്ങനെ വന്ന് കുരങ്ങായി, ഇപ്പം മനുഷ്യനായി. അതാണ് ഒന്നാമത്തെ കൂട്ടർ. അവരെ വിളിക്കുന്നത് ഭൗതിക ലോകത്തിനപ്പുറത്തൊന്നുമില്ല, ഈ പ്രകൃതിക്ക് അപ്പുറത്തൊന്നുമില്ല. അവരുടെ ഒരു സ്ലോഗൻ ഇങ്ങനെയാണ്: തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ, മരണത്തോടെ എല്ലാം തീരുന്നു എന്ന് കരുതുന്ന ഭൂമിയിൽ മൃഗം പോലെ ഞങ്ങളുള്ളൂ, വേറെ ഒന്നുമില്ല. ബൈബിൾ അവരെ മൃഗതുല്യരായ മനുഷ്യരെന്നാണ് പറയുന്നത്. മൃഗം ജീവിക്കുന്നത് പോലെ മാത്രം ജീവിക്കുന്നു, അതിനപ്പുറത്ത് ഒന്നും കരുതാത്ത, ഈശ്വരനില്ല, പ്രകൃതി അതീതം എന്ന് പറയുന്ന സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്ന ഒന്നില്ല എന്ന് കരുതുന്ന കൂട്ടർ. രണ്ടാമത്തെ കൂട്ടർ ദൈവഭക്തർ, വിളിച്ചു പറഞ്ഞാട്ടെ. മൂന്നാമതൊരു കൂട്ടരുണ്ട് ദൈവമക്കൾ. നമുക്ക് വായിക്കാം റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം: നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഒരു കൂട്ടരാണ് ദൈവമക്കൾ. ദൈവവുമില്ല, പ്രകൃതിക്കപ്പുറത്തൊന്നുമില്ല എന്ന് കരുതുന്ന ഒരാൾക്ക് ദൈവമക്കളായി തീരാൻ വളരെ എളുപ്പമാണ്. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അധികാരം കൊടുത്തു. നമുക്ക് നോക്കാം, ഈ പ്രകൃതിക്കപ്പുറത്തൊന്നുമില്ല എന്ന് കരുതുന്നവരെ കുറിച്ച് 1 കൊരിന്ത്യർ അതിൻ്റെ 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: അവരെ നാച്ചുറൽ മാൻ, പ്രാകൃത മനുഷ്യർ എന്ന. വായിച്ചാട്ടെ. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാകൃത മനുഷ്യൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ബൈബിൾ സ്കൂളിലും എല്ലാവരും എന്ന് പറഞ്ഞേ പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലിരിക്കുന്ന നാച്ചുറൽ മാൻ. ഈ പ്രകൃതിക്ക് അപ്പുറത്തൊന്നും ഇല്ല. ദൈവമില്ല, ദൈവദൂതന്മാരില്ല, പിശാചുക്കളില്ല, ആത്മമണ്ഡലമൊന്നുമില്ല. ഇത് കുറച്ചു പേർക്ക് ജീവിക്കാനായി ഒപ്പിച്ചിരിക്കുന്ന പണിയാ. ദൈവവും പള്ളിയും അമ്പലവും മോസ്കും പൂജാരിയും അച്ഛനും ഇതൊക്കെ മനുഷ്യരെ കളിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് കരുതുന്നതാണ്. ആത്മീയത എന്നൊന്നില്ല. മനുഷ്യനൊരു ശരീരവും മനസ്സും മാത്രമേ ഉള്ളെന്ന് അവർ കരുതുന്നു. മനുഷ്യനും ഒരു ആത്മാവില്ല, ആത്മാക്കൾ എന്നൊരു ലോകവുമില്ല എന്ന് കരുതുന്നവരാണ് പ്രാകൃത മനുഷ്യർ. അങ്ങനെയുള്ളവരാരും ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതെന്താ കളിയെന്ന് കാണാൻ വല്ലവരും വന്നിട്ടുണ്ടോയെന്നും എനിക്കറിയില്ല. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. അങ്ങനെയുള്ള ഒരാൾ ഇന്ന് ഇതിലേ വരികയാണെങ്കിൽ അവരിങ്ങനെ പറയും: ഇവർക്ക് യാതൊരു തൊഴിലും ഇല്ല. കണ്ടില്ലേ, കുറേ എണ്ണം വണ്ടിയും പിടിച്ച് വൈകിട്ട് വന്ന് മഴയും പിടിച്ച് ഒരുത്തൻ അവിടെ കിടന്ന് കണ്ടക്ഷോഭം ചെയ്യുന്നു,
ബാക്കി എല്ലാവരും ഏണ്ട് ചെയ്യുന്നു, ഞങ്ങളൊന്നും കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു രാജ്യത്തിൽ നിന്ന്, നിരീശ്വര ചിന്താഗതിയുള്ള ഒരു രാജ്യത്തിൽ നിന്ന്, ഒരിക്കൽ ആ സയൻറ്റിസ്റ്റിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കറിയാം, ആദ്യമായിട്ട് ബഹിരാകാശത്ത് പോയാൽ വന്ന പാടെ ആദ്യം പറഞ്ഞു, ഞാൻ അവിടെ പോയിട്ട് ദൈവത്തെ ഒന്നും കണ്ടില്ലെന്ന്. വേറെ എന്തൊക്കെ വേണേ പറയായിരുന്നു. പക്ഷെ ആദ്യമായിട്ട്, ലോകത്തിൽ ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയ ആൾ പറഞ്ഞു, ദൈവമേ സ്തോത്രം. ഒരാൾ ദൈവത്തെ കണ്ടില്ല, ഒരാൾ എന്ത് ചെയ്തു? ദൈവത്തെ കണ്ടു. അതെന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ആത്മാവ് സജീവമായെങ്കിൽ മാത്രമേ ദൈവത്തെ അറിയാനൊക്കത്തു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. അപ്പം അവർക്ക് ദൈവത്തെ അവര് നിഷേധിക്കുന്നവരാണ്. ഇനി നമ്മൾ മൂന്നാമത്തെ കൂട്ടരാണ് ദൈവഭക്തർ. ഉറക്കെ പറഞ്ഞേ. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിലും അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായത്തിലും ഭക്തരായ 1-2 പേരെ കുറിച്ച് പറയുന്നുണ്ട്. 10-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലും. അപ്പോസ്തല പ്രവൃത്തികൾ 10-ന്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ന്റെ 1-2. കൈസരിയയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. റോമൻ പട്ടാളത്തിലെ ഒരു ക്യാപ്റ്റനായിരുന്നു കൊർന്നല്യോസ്. ക്രിസ്ത്യാനിയല്ല, യഹൂദനുമല്ല. ഇയാളൊരു ഈശ്വര വിശ്വാസിയാണ്. ഏത് ഈശ്വരനാ പേരൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഈ പ്രപഞ്ചത്തിനപ്പുറത്തൊരു ദൈവമുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഈ പ്രപഞ്ചം, അതുകൊണ്ടാണ് റോമാലേഖനം 1-ൽ കാണുകയാണ്, ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുന്ന ഒരാൾക്ക് സൃഷ്ടിയിൽ കൂടെ കാണാം ഇതിങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇതിൻ്റെ പുറകിലൊരു ഡിസൈനറുണ്ട്. സ്തോത്രം. നിങ്ങൾ ഈയിടെ ഒരു റോബോട്ട്, നല്ല സുന്ദരി ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയല്ലോ, പുള്ളിക്കാരത്തിയുടെ പേരെന്നാ? സോഫിയ എന്ന് പറയുന്ന ഒരു റോബോട്ട്. കണ്ണൊക്കെ നോക്കുന്നു, വർത്താനം പറയുന്നു, കൈ അനക്കുന്നു, അല്ലേ? യന്ത്രമനുഷ്യൻ. അതിനെ നമ്മളെല്ലാം അത്ഭുതത്തോടെ പോയി നിന്നിട്ട്, എന്നാലും ഇത് ഉണ്ടാക്കിയത് ആരാണേലും മിടുക്കന. പക്ഷേ നമ്മുടെ സോഫിയയുടെ ഒരു വിരലൊന്ന് അനങ്ങണമെങ്കിൽ 3 മോട്ടർ ഇവിടെ വേണം. ഇങ്ങനെയല്ലായിരുന്നു വെച്ച്. അകത്ത് ബാറ്ററി വേണം. കണ്ണിങ്ങനെ ചലിക്കണമെങ്കിൽ അതിന് വേറെ മോട്ടർ വേണം. തല സോഫിയ ഇങ്ങനെ ചരിച്ചോണ്ട് വരും. ഇങ്ങനെ ചരിയുമെന്ന് എനിക്കറിയത്തില്ല. അതിന് വേറെ മോട്ടർ വേണം. 1000 മോട്ടർ ഇരുന്നിട്ടാണ് സോഫിയ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ കൈ ഉയർത്തുന്നു, ഇതെല്ലാം കാണിക്കുന്നു. അത് കണ്ട് നമ്മൾ അത്ഭുതത്തോടെ നിൽക്കുന്നു. എന്നാൽ കഴിഞ്ഞ 80 കൊല്ലമായിട്ട് കൈ അനക്കുന്ന അപ്പച്ചന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാർ ഒരിക്കൽ പോലും സ്വിച്ച് ഓഫ് ചെയ്യോ റീസ്റ്റാർട്ട് ചെയ്യോ ചെയ്തിട്ടില്ല. അവരുടെ ഹാർട്ട് ഇതുവരെ സ്തോത്രം കമ്പനി കൊടുത്ത് റിപ്പയർ ചെയ്തിട്ടില്ല. അതങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് റോമാലേഖനം 1-ാം അധ്യായത്തിൽ പറയാണ്, അവൻ്റെ സൃഷ്ടികളാൽ അവനെ നമുക്ക് കാണാം. ഒരു പുളിയില നിങ്ങൾ എടുത്താൽ, എന്തിനു വേണ്ട മനുഷ്യൻ്റെ ശരീരം ഒന്ന് നോക്കി, എന്തൊരത്ഭുതമാണെന്നറിയാമോ? സ്തോത്രം. എല്ലാവരും ആ ചെവിയിലൊന്ന് പിടിച്ചേ, നല്ലപോലെ പിടിച്ചേ. അതിനകത്തൊരു എല്ലുണ്ട്. അത് കണ്ടോ? നിങ്ങളുടെ കയ്യിൽ പിടിയും ഒതുങ്ങും. അത് വല്ലവർക്കും കിഴുക്കാൻ അങ്ങനെ സൃഷ്ടിച്ചതല്ല. നിങ്ങൾ ബസ്സിലൊക്കെ, പ്രൈവറ്റ് ബസ്സിലൊക്കെ കയറി ഞെങ്ങി തിരിച്ചു വരുമ്പോൾ ഈ എല്ല് പോലായിരുന്നെങ്കിൽ 2 ചെവി ഒടിഞ്ഞ് താഴെ കിടന്നേന്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്.
നിങ്ങളുടെ ആ പുരികത്തേലൊന്ന് പിടിച്ച്. സഹോദരിമാരത് മൊത്തം പഠിച്ചു കളയരുതേ. അത് അവിടെ ഒരു ഇച്ചിരി പൊക്കവും കൂടെ ഉണ്ടോ ഒരു വരമ്പ് പോലല്ലേ. അതെന്തിനാണെന്നറിയോ? നെറ്റിയെന്ന് വേർപ്പിറങ്ങുമ്പോൾ അത് കണ്ണിൽ വീഴാതെ ഇങ്ങനെ സൈഡ് വഴി ഒഴുകിപ്പോവാൻ. നിങ്ങളുടെ കണ്ണിടയ്ക്കിടയ്ക്ക് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ദേശത്ത് നിന്ന് വരുന്ന പൊടികൾ അത് തന്നെ. നിങ്ങളുടെ കാറയിലെ വൈപ്പർ, എൻ്റെ വൈപ്പർ കഴിഞ്ഞ കൊല്ലം മാറിയിട്ട് പൈസ കൊടുത്ത് ഈ കൊല്ലവും മാറി. കയ്യെ പിടിച്ച് പറ, നിങ്ങളുടെ വൈപ്പർ ഇതുവരെ മാറിയിട്ടില്ല. ഇടയ്ക്കൊന്ന് 2-3 തവണ ഒന്ന് അടിച്ചു നോക്കിയേ, ഒന്ന് കണ്ണടച്ച് നോക്കിയേ. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നീ എന്നെ അത്ഭുതവും അതിശയകരമായി സൃഷ്ടിച്ചിരിക്കുക. സൃഷ്ടിയുടെ മാഹാത്മ്യം കാണുന്ന ദൈവമക്കൾ ഹല്ലേലൂയാ എന്നൊന്ന് വിളിച്ചു പറഞ്ഞ്, കരങ്ങൾ അടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ച്. അത് ഭാരതത്തിൻ്റെ മതവിശ്വാസത്തിലും യഹൂദ വിശ്വാസത്തിലും എന്ന് വേണ്ട ലോകത്തിലെ എല്ലാ മതവിശ്വാസികളും ഒരുപോലെ വിശ്വസിക്കുന്നു, ഒരു ഈശ്വരനുണ്ട്. ഹല്ലേലൂയ, ഒരു സർവേശ്വരനുണ്ട്. പ്രപഞ്ച സൃഷ്ടിതാവായ ഒരു ദൈവമുണ്ട്, ഒരു വിശ്വകർമാവുണ്ട്. കരമടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ഈ കോവിഡ് കാലത്ത് ഒരു മോളെ പ്രാർത്ഥിക്കാനായി വീട്ടിൽ കൊണ്ടുവന്നു. പ്രശ്നം പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. എന്താണ്? പാലക്കാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നു. പ്രസവാനന്തരം ഡിപ്രഷൻ ഉണ്ടാവുക. 2 കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോഴും ഡിപ്രഷനാവും. ആ ഡിപ്രഷനായിട്ട് ചിന്ത കയറി 6 മാസം ഉറങ്ങിയിട്ടേ ഇല്ല. 5 ഗുളികകൾ കൊടുത്തിട്ട് ഉറങ്ങുന്നില്ല. ഒടുവിൽ ഈ സഹോദരിക്ക് ആത്മഹത്യാവാസനയുണ്ടായി. ഒരു തവണ കിണറ്റിൽ ചാടുവാൻ കാലെടുത്ത് വെച്ചു. അപ്പോഴാണ് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നത്. ഈ സഹോദരിയോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ചോദിച്ചു, എന്താ പ്രയാസം? ഈ സഹോദരിക്ക് 12 വയസ്സുള്ളപ്പോൾ എന്തോ വലിയൊരു ദുരനുഭവം ജീവിതത്തിലുണ്ടായി. താൻ ഈ പ്രസവാനന്തരം ഉണ്ടായ ഭാരത്തിൽ പുള്ളിക്കാരത്തി ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. എന്താണെന്നറിയാമോ? എൻ്റെ കുഞ്ഞുങ്ങൾ പ്രായമാവുമ്പോൾ അതുപോലെ അനുഭവം ഉണ്ടായാലോ? ചിന്ത കയറി ഉറങ്ങാൻ മേലാതായി പ്രശ്നമായി. എന്നോട് പറഞ്ഞു, ഉറങ്ങിയിട്ട് 6 മാസമായി. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ഏതായാലും സഹോദരി ഉറങ്ങുന്നില്ലല്ലോ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഈ രാത്രിയിലൊക്കെ ഭൂമി കറങ്ങുന്ന ജോലി സഹോദരി ഏറ്റെടുത്തോളാമെങ്കിൽ ബാക്കി ഗോളങ്ങൾ ദൈവം നോക്കിയാൽ മതിയല്ലോ. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഭൂമി കറങ്ങണ്ടേ? അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു, നിങ്ങളിരിക്കുന്ന ഭൂമി ഭയങ്കര സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് പറ. ആണോ അല്ലയോ? കാലുകൊണ്ടും തൊട്ട് നോക്കി കറക്കം വല്ലതും അറിയുന്നുണ്ടോ? ഇല്ലല്ലോ. അത്ഭുതകരമായി ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ മുകളിൽ ചന്ദ്രൻ. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി ഏതായാലും ഉറങ്ങുന്നില്ലല്ലോ, എന്നാൽ പിന്നെ എന്ത് ചെയ്തോളാൻ പറഞ്ഞു? ഭൂമി ഒന്ന് നോക്കിക്കോണേ എന്ന് പറഞ്ഞു. അത് കുറച്ചുള്ളത് ദൈവം നോക്കിയാൽ മതിയല്ലോ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഏതായാലും കറക്കുമ്പോൾ ഒരു 23.5 ഡിഗ്രി ചെരിച്ച് പിടിച്ചേക്കണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ സഹോദരി ഒന്ന് ചിരിച്ചു. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി ദൈവം ചെയ്യേണ്ട കാര്യം സഹോദരി ചെയ്യണ്ട. കുഞ്ഞുങ്ങളെ ഈ ഗോളങ്ങളെ തിരിക്കുന്ന ദൈവം 12 കൊല്ലം കഴിയുമ്പം നിന്റെ മക്കളെ ഒരു ഉപദ്രവം കൂടാതെ നടത്താൻ മതിയായവന്. ഈ ഗോളങ്ങളെ തിരിക്കുന്ന ദൈവമാ എൻ്റെ ദൈവം എന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കോടാകോടി ഗോളമെല്ലാം ചമച്ചവൻ എല്ലാറ്റിനും വേണ്ടതെല്ലാം നൽകി. ഓ കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യം. ഹലോ, ആ ദൈവം തമ്പുരാൻ നമ്മളെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഇവിടെ വന്നായിരുന്നു. പേര് യേശു എന്നാ. ഭാരപ്പെടുന്നവരെയൊക്കെ തോണ്ടിയിട്ട് കർത്താവ് പറഞ്ഞു, അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തോണ്ടിക്കേ. സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, സ്തോത്രം, പറവകളെ നോക്കുവീൻ.
അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. കളപ്പുരയിൽ എൻ്റെ പിതാവ് അവയെ പുലർത്തുന്നു. നിങ്ങൾ എൻ്റെ രാജ്യം അന്വേഷിപ്പീൻ. നിങ്ങളുടെ ഹൃദയത്തിൽ എന്നെ എന്ന രാജാവാക്കിക്കേ. നിങ്ങൾ ചുമ്മാ തുള്ളിച്ചാടി ആഘോഷിച്ചേ. അടുത്തിരിക്കുന്ന ആളോട് പറ, നാളുകളെ ചിന്തിച്ച് ഇന്ന് കളയാതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ടൊരാള് ചന്ത വെറ്റില മേടിക്കാൻ പോയി. ഒരു കെട്ട വെറ്റില മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നപ്പോൾ ഒരെണ്ണം പഴുത്തിരിക്കുന്നു. പുള്ളി ഓർത്ത് പഴുത്ത വെറ്റില ഇന്ന് തിന്നേക്കാമെന്ന്. പിറ്റേന്ന് നോക്കിയപ്പം വേറെണ്ണം പഴുത്തിരിക്കുന്നു. അത് പിറ്റേന്ന് പുള്ളി തിന്നു. അങ്ങനെ മൊത്തം വെറ്റിലയും പഴുപ്പിച്ച് തിന്നു. കയ്യെ പിടിച്ചു പറ, ഇന്നത്തെ ദിവസം ആഘോഷിക്കാൻ പറ. യേശു പറഞ്ഞു, നാളുകൾ നിങ്ങൾക്കുള്ളതല്ല, അടുത്ത 100 വർഷം നിങ്ങൾക്കുള്ളതല്ല, 10 വർഷം നിങ്ങൾക്കുള്ളതല്ല. യേശുവിനെ കർത്താവായി സ്വീകരിച്ചാൽ ഈ ലോകത്തിൽ ജയകരമായ സന്തോഷകരമായ ജീവിതം. കയ്യെ പിടിച്ച് പറ, യേശുവിനെ സ്വീകരിച്ചാൽ ഈ ലോകത്തിലെ പ്രശ്നം തീരുകയില്ലെന്ന് പറ. പക്ഷെ പ്രശ്നമൊന്നും നിന്നെ ബാധിക്കത്തില്ല. നീ അതിൻ്റെ മുകള് വഴി അങ്ങ് പോകും. ഹല്ലേലൂയ. അത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. 2, ഈ ലോകം വിടുമ്പോൾ നിത്യസ്വർഗം. ഇവിടെ സ്വർഗരാജ്യം, അവിടെ സ്വർഗം. ഉറക്കപ്പറ. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ രാജാവാ യേശു അകത്ത് വാഴുമ്പോൾ വലിയ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും ഒന്നും പേടിക്കേണ്ടെന്നേ. നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചാലും ബൈബിൾ ക്ലാസ് ഒന്നും എടുക്കത്തില്ല. കുരുകിലിനെ നോക്കാൻ പറയും. മുഖത്ത് നോക്കി പറ, യേശു ബൈബിൾ ക്ലാസ് ഒന്നും എടുക്കത്തില്ല. നിങ്ങൾ ഭയങ്കര ടെൻഷൻ അടിച്ച് ചെല്ലുമ്പോൾ എന്തോ പറയും? ഈ കുരുകിലിനെ നോക്കി, 2 കാശിന് 5 കുരുകിലിനെ അന്ന് അവിടെ വിൽക്കുന്നുണ്ട്, കുരുകില്. പക്ഷെ അതിൻ്റെ അവസാനത്തേതിനെയും എൻ്റെ പിതാവ് അറിയുന്നു. കരയുന്ന കാക്കയ്ക്കും ഉറുമ്പിനും സിംഹങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ഒരു നല്ല കർത്താവ് ദൈവം തമ്പുരാൻ നമുക്കുണ്ട്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആ ദൈവത്തെ എല്ലാ മതങ്ങളിലും അറിവുണ്ട്. ദൈവം സൃഷ്ടിതാവാണ്. ദൈവം സൃഷ്ടി സ്ഥിതി സംഹാരകനാണ്. എല്ലാ മതങ്ങളിലും അറിവുണ്ട്. ആ ദൈവത്തെക്കുറിച്ച് ഓരോ അറിവ് കിട്ടിയവർ ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കും. ഇവിടെ നമ്മൾ വായിക്കുന്നു, കൊർന്നല്യോസ് ഭക്തനാണ്. ഉറക്കപ്പറ, ഉറക്കപ്പറ, ദൈവഭക്തനാണ്. ആരാണ്? എപ്പോഴും ഒന്നുകൂടെ വായിച്ചേ. കൈസരിയയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും ആൾക്കാരെ ഒത്തിരി സഹായിക്കും. ആ ദൈവഭക്തിയിൽ നിന്ന് എല്ലാ മതങ്ങളിലും അങ്ങനെയുള്ളവരുണ്ട്. അവരെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ദൈവം മറക്കത്തില്ല. അത് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ദൈവം മറക്കത്തില്ല. രാജ്യത്തെ ഉപദ്രവിക്കാതെ സ്തോത്രം. യേശുവിൽ വിശ്വസിച്ച് ആരും രാജ്യദ്രോഹിയാകത്തില്ല. അവർ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നിന്റെ രാജ്യത്തെ നീ അനുഗ്രഹിച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇന്ത്യയെ കൈ ഉയർത്തി ഒന്ന് അനുഗ്രഹിച്ച്, ഈ ഹോള് നമുക്ക് തന്ന ഈ പള്ളിക്കാരെ ഒന്ന് അനുഗ്രഹിച്ച്, ഈ പട്ടണത്തെ ഒന്ന് അനുഗ്രഹിച്ച്, കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ്